ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഡിസംബർ 5. ദക്ഷിണ കൊറിയ നൽകുന്ന പാഠം. ദക്ഷിണ കൊറിയയിൽ പട്ടാള ഭരണം പിൻവലിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. ജനം തെരുവിലിറങ്ങിയാൽ ഏത് ഏകാധിപതിക്കും പിടിച്ചു നിൽക്കാനാവില്ലെന്ന ഈ അനുഭവം മറ്റു രാജ്യങ്ങൾക്കും പാഠമാണ്. ഒപ്പം ജീവിത യാഥാർത്ഥ്യങ്ങൾ മറയ്ക്കാൻ പൊതുശത്രുവിനെ സൃഷ്ടിച്ച് അതിലൂടെ രാജ്യത്തെയും ജനങ്ങളെയും ഏറെനാൾ കബളിപ്പിക്കാനാവില്ലെന്നും. പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് രാജ്യമായ വടക്കൻ കൊറിയയ്ക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ആരോപിച്ചാണ് പ്രസിഡന്റ് യൂൺ സുക് യോൾ ദക്ഷിണ കൊറിയയിൽ ചൊവ്വാഴ്ച രാത്രി പട്ടാള ഭരണം പ്രഖ്യാപിച്ചത്. പക്ഷേ വിദ്യാർത്ഥികളും മറ്റ് ജനവിഭാഗങ്ങളും തെരുവിലിറങ്ങുകയും പാർലമെന്റ് അടിയന്തരമായി ചേർന്ന് പട്ടാള ഭരണം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതോടെ പ്രസിഡന്റിനു മുന്നിൽ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ഭരണകക്ഷിയായ പീപ്പിൾസ് പവർ പാർട്ടിക്ക് പോലും ഇക്കാര്യത്തിൽ യൂൺ സുക് യോളിനൊപ്പം നിൽക്കാനായില്ല. പട്ടാള ഭരണത്തിന്റെ ആയുസ് 6 മണിക്കൂറിലൊതുങ്ങി. വടക്കൻ കൊറിയയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് ഇരുമ്പുമറയും ഏകാധിപത്യവുമെങ്കിലും സത്യത്തിൽ ദക്ഷിണ കൊറിയയ്ക്കാണ് ജനാധിപത്യ ദംശനങ്ങളുടെയും പട്ടാള അട്ടിമറികളുടെ ചരിത്രം കൂടുതലുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന കൊറിയൻ ഭാഗമാണ് പിന്നീട് ദക്ഷിണ കൊറിയയായി മാറുന്നത്. സോവിയറ്റ് യൂണിയന്റെ കൈവശമുണ്ടായിരുന്ന ഭാഗം വടക്കൻ കൊറിയയും. ഐക്യ കൊറിയയ്ക്കുള്ള ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് 1948 ദക്ഷിണ ഭാഗം റിപ്പബ്ലിക് ഓഫ് കൊറിയയായി. 1950 ഉത്തര കൊറിയയുമായി യുദ്ധം തുടങ്ങി 1953 അവസാനിച്ചു. 1960 സിംഗ് മാൻറിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ റിപ്പബ്ലിക് ഓഫ് കൊറിയ അട്ടിമറിക്കപ്പെട്ടു. പട്ടാള മേധാവിയായിരുന്ന പാർക്ക് chung ഹീയുടെ നേതൃത്വത്തിൽ 1961 നടന്ന അട്ടിമറി രണ്ടാം റിപ്പബ്ലിക്കിന് അന്ത്യം കുറിച്ചു. തുടർന്ന് 1979 അട്ടിമറി പാർക്കിന്റെ വധത്തിൽ കലാശിച്ചു. വീണ്ടും 3 അട്ടിമറികൾ നടന്നു. 1987 ജനാധിപത്യ സമരത്തെ തുടർന്നാണ് പട്ടാള ഭരണം അവസാനിപ്പിച്ച് നിലവിലെ 6ാം റിപ്പബ്ലിക് രൂപീകരിച്ചത്. അമേരിക്ക പോലെ പ്രസിഡൻഷ്യൽ ഭരണ സമ്പ്രദായം നിലനിൽക്കുന്ന ദക്ഷിണ കൊറിയയിൽ പക്ഷേ പാർലമെന്റിന് പരിമിതമായ അധികാരം മാത്രമാണുള്ളത്. 2022 യൂൺ പ്രസിഡന്റാകുന്നത്. അതും കേവലം 1% വോട്ടിന്റെ വ്യത്യാസത്തിൽ. തുടർന്ന് കഴിഞ്ഞ ഏപ്രിലിൽ നടന്ന 300 അംഗ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാകട്ടെ പ്രതിപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 190 സീറ്റ് ലഭിച്ചു. മാത്രവുമല്ല, വിലക്കയറ്റവും രാജ്യത്തിന്റെ കറൻസിയായ വോണിന്റെ മൂല്യത്തകർച്ചയും സമ്പദ്വ്യവസ്ഥയെ പ്രതിസന്ധിയിലാക്കി. ഇത് ജനങ്ങളിൽ വൻ പ്രതിഷേധം വളർത്തിയിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള യൂണിന്റെ നിർദ്ദിഷ്ട ബഡ്ജറ്റ് 6.77 ലക്ഷം കോടിയിൽ നിന്ന് പാർലമെന്റ് ഏകദേശം 4000 കോടി വോൺ വെട്ടിക്കുറച്ചിരുന്നു. ഇതിനു പുറമെ അമേരിക്കയുമായി ചേർന്ന ഉക്രൈന് ആയുധം നൽകുന്ന യൂണിന്റെ നയത്തിനെതിരെ രാജ്യത്ത് വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇവ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഉത്തര കൊറിയയുടെ പേരിൽ അറ്റകൈക്ക് യൂൺ തുനിഞ്ഞതെന്നാണ് അനുമാനം. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുരക്ഷാ സേന ദേശീയ അസംബ്ലി സീൽ ചെയ്തു. അസംബ്ലിയുടെ മേൽക്കൂരയിൽ സൈനിക ഹെലികോപ്റ്ററുകൾ ഇറക്കി. കുറച്ച് സമയത്തേക്കാണെങ്കിലും സൈനികർ അസംബ്ലി കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചു. എന്നാൽ നാഷണൽ അസംബ്ലിയിലെ 190 അംഗങ്ങളും പട്ടാള ഭരണത്തിനെതിരെ വോട്ട് ചെയ്തു. പാർലമെന്റിന് പുറത്ത് 100 കണക്കിന് പ്രതിഷേധക്കാർ ഒത്തുകൂടി. യൂണിനെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. യൂൺ സ്ഥാനമൊഴിയണം, അല്ലെങ്കിൽ ഇംപീച്ച് ചെയ്യപ്പെടണം എന്നാണ് പ്രക്ഷോഭകരുടെ ഇപ്പോഴത്തെ ആവശ്യം. പ്രസിഡന്റ് രാജിവെക്കും വരെ രാജ്യത്തെ പ്രധാന തൊഴിലാളി യൂണിയൻ ഗ്രൂപ്പ് അനിശ്ചിതകാല പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പട്ടാള ഭരണം പിൻവലിച്ചെങ്കിലും അതിന്റെ അലയൊലികൾ നീളുമെന്നുറപ്പ്. പട്ടാള അട്ടിമറി നീക്കത്തെ അമേരിക്ക അപലപിച്ചിട്ടുപോലും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ഭരണാധികാരികൾ വായ തുറന്നില്ലെന്നത് ആശ്ചര്യജനകമാണ്. ഇത് ജനാധിപത്യത്തോടുള്ള പുറംപൂച്ചാണ് വ്യക്തമാക്കുന്നത്.